ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് സീക്രട്ട് സാന്റ ഗിഫ്റ്റായിട്ട് നമുക്കൊരു കോസ്റ്റർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഒരു സാന്റ കോസ്റ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ. കോസ്റ്റർ ചെയ്യാനായിട്ടൊരു റെഡ് യാൺ വേണം, പിന്നെ ഒരു ക്രീം യാൺ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് യാൺ വേണം, പിന്നെ ഒരു വൈറ്റ് യാൺ വേണം, പിന്നെ ഒരു 4mm ഹുക്ക് സൈസ് എടുക്കാം, പിന്നെ സ്റ്റിച്ച് മാർക്കർ, നീഡിൽ, സിസർ. ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മളൊരു റെഡ് യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ്ങിലാണ്. നമ്മൾ സർക്കിൾ ഷേപ്പിലാണല്ലോ കോസ്റ്റർ ചെയ്യുന്നത്. അപ്പം പിങ്കി റാപ്പ് ചെയ്യാം. പിങ്കി റാപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിങ്കി റാപ്പ് ചെയ്തിട്ട് ഈ യാണിനെ ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ചുറ്റി ഇതുപോലെ എക്സ് പോലെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതായത് ഫ്രണ്ടിലൂടെ ബാക്കിൽ നിന്ന് ഇതുപോലെ എക്സ് പോലെ ഹോൾഡ് ചെയ്യുക. ഈ ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നിട്ട് ഈ യാണിൻ്റെ ബാക്കിലൂടെ എടുത്തിട്ട് ഈ യാണിന് ഹുക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് ഈ യാണിന് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ഈ ലൂപ്പിലൂടെ വലിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ റൗണ്ട് ചെയ്യാം. അതിന് ഒരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ത്രെഡും ഹുക്കും ഇപ്പോൾ പാരലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ യാൺ ഓവർ ചെയ്യാം. ഈ ത്രെഡിൻ്റെ ഫ്രണ്ടിലൂടെ ഇതുപോലെ ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഒന്നുകൂടി ഇതുപോലെ തന്നെ ചെയ്യണം. യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ചെയ്യുക, ഇതുപോലെ സൈഡിലോട്ട് പിടിച്ചിട്ട് ഈ ലൂപ്പിലൂടെ ഇതിങ്ങനെ വലിക്കണം. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ടു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 2 ചെയിൻ ഇട്ടു. ഇനി ഈ മാജിക് റിങ്ങിൽ നമ്മളൊരു 11 ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഉള്ളവർ ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്താൽ മതി. സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്തവർ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊരു ത്രെഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഹുക്കും ത്രെഡും പാരലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ അകത്തൂടെ ഇതുപോലെ ഈ ഹുക്ക് എടുത്തിട്ട് ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് തിരിച്ച് അതേപോലെ കൊണ്ടുവരും. ഇപ്പോൾ ഇതിൽ 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിലൂടെ നമ്മൾ ഈ ഹുക്ക് ഇതുപോലെ ത്രെഡിനെ ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കും. നമ്മൾ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു. ഒന്നും കൂടി നോക്കാം. ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. ഈ മാജിക് റിങ്ങിൻ്റെ അകത്തുകൂടെ കൊണ്ടുവരിക. ഇതുപോലെ ഹുക്ക് ചെയ്ത് ഈ ത്രെഡിനെ പഴയ പൊസിഷനിൽ കൊണ്ടുവരിക. 3 ലൂപ്പുണ്ട്. 3 ലൂപ്പിലൂടെ നമ്മൾ ഹുക്ക് ചെയ്ത് ഇതുപോലെ വലിക്കുക. രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു. ഇതുപോലെ നമ്മൾ 11 ഫിനിഷ് ചെയ്യണം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാനിവിടെ 11 ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിച്ചിലൂടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാർക്ക് ചെയ്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ ഇതുപോലെ ഹുക്ക് ഇതുപോലെ കയറ്റുക. എന്നിട്ട് ഈ യാൺ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക. എന്നിട്ട് ഈ യാൺ തന്നെ ഈ ലൂപ്പിലൂടെയും കൂടി ഒന്നും കൂടി വലിക്കുക. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ മാജിക് റിങ് ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ യാൺ ടെയിലായിട്ട് കിടന്നിരുന്ന യാണിനെ നമ്മളിതുപോലെ പുള്ള് ചെയ്യുമ്പോഴേക്കും വലിച്ചു കഴിഞ്ഞാൽ ഈ മാജിക് റിങ് ക്ലോസ് ആയി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നമുക്ക് സ്റ്റിച്ച് മാർക്കർ മാറ്റാം. നമ്മളുടെ ഫസ്റ്റ് റൗണ്ട്
ഫിനിഷായി. ഇനി ഒന്നും കൂടി ഇതുപോലെ ഈ ഈ ലൂപ്പിലൂടെ എടുത്ത് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഊരി വരാതെ നമ്മൾ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മളിത് മുറിച്ച് അടുത്ത കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഫിനിഷായി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 11 ഹാഫ് ഡബിൾ ക്രോഷ്യം ചെയ്തു, ഒരു ചെയിനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു 12 സ്റ്റിച്ചസാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 സ്റ്റിച്ച് ഉണ്ട്. ഇനി ഇതിലേതെങ്കിലും ഒരു സ്റ്റിച്ചിലോട്ട് നമ്മൾ അടുത്ത ക്രീം കളറിലെ അറ്റാച്ച് ചെയ്യാണ്. അതിന് ഒരു സ്റ്റിച്ചിലോട്ട് നമ്മളുടെ ഹുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒരു ക്രീം കളറിലെ എടുക്കുക. എന്നിട്ട് ഈ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഹുക്കിൽ ഇതുപോലെ ഹുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലെ വലിച്ച് പുറത്തോട്ടെടുക്കുക. എന്നിട്ട് ഈ ഇവിടെ ഇതുപോലെ ഹോൾഡ് ചെയ്യണം. ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിലൂടെ വലിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ക്രീം അടുത്ത റൗണ്ടിലേക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരു 3 ചെയിൻ ഇടും. 3 ചെയിൻ ഇട്ടു. അതിനുശേഷം നമ്മൾ അടുത്ത ചെയിൻ തൊട്ടാണ് ചെയ്യുന്നത്. ഈ ചെയിനിനെ നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് ലാസ്റ്റ് സ്റ്റിച്ചായിരിക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഉള്ള ആളുകൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്താൽ മതി. സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്തവർ ഇതുപോലൊരു ത്രെഡ് ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹുക്കും പാരലായിട്ടായിരിക്കുന്നത്. ഇത് ഓവർ ചെയ്ത് ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് പിടിക്കുക. ഈ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഇതുപോലെ ഈ ഹുക്ക് വെച്ചതിന് ശേഷം ഈ ഇതുപോലെ ഹുക്ക് ചെയ്ത് ഈ സ്റ്റിച്ചിലൂടെ തന്നെ പുറത്തോട്ടെടുക്കുക. അപ്പോൾ ഇവിടെ 3 ലൂപ്പുണ്ട്. ഡബിൾ ക്രോഷയിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കും. അതിനുശേഷം രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കും. അപ്പോൾ നമ്മളിപ്പം ഡബിൾ ക്രോഷേ ആദ്യത്തേത് ചെയ്തു. ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 എണ്ണം വെച്ചാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതേ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഓവർ ചെയ്യുക. ഇതുപോലെ ഈ സ്റ്റിച്ചിലൂടെ എടുക്കുക. ഈ ഹുക്ക് ഇതുപോലെ വലിച്ച് ഈ സ്റ്റിച്ചിലൂടെ തന്നെ പുറത്തോട്ട് കൊണ്ടുവരിക. ഇവിടെ 3 ലൂപ്പുണ്ട്. അതിൽ ആദ്യത്തെ ലൂപ്പിലൂടെ 2 ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക. ഇനിയുള്ള 2 ലൂപ്പിലൂടെ ഇതുപോലെ തന്നെ ഹുക്ക് ചെയ്ത് വലിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ സെക്കൻഡ് റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ച് 2 എണ്ണം ഇൻക്രീസ് ചെയ്തു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ ഇതുപോലെ ഓവർ ചെയ്ത് സ്റ്റിച്ചിലൂടെ എടുത്ത് ഹുക്ക് ചെയ്ത് ഇതേ സ്റ്റിച്ചിലൂടെ പുറത്തോട്ടെടുത്ത് 3 ലൂപ്പുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുത്ത് രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ എടുത്ത് ഡബിൾ ക്രോഷ് ചെയ്തു. സെയിം സ്റ്റിച്ചിൽ തന്നെ സെയിം പോലെ തന്നെ ഡബിൾ ക്രോഷ് നമ്മൾ ഇതേപോലെ 2 ലൂപ്പിലൂടെ എടുത്ത് ഈ റൗണ്ട് ഇതുപോലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഫിനിഷ് ചെയ്തു. നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ചിലോട്ട് നമുക്കിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഈ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഈ ഹുക്ക് ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഈ യാണിന് ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കാം. എന്നിട്ട് ഈ യാണിന് ഈ ലൂപ്പിലൂടെ ഇതുപോലെ വലിക്കാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചിരുന്ന യാൺ മാറ്റാം. ഇപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൽ 24 സ്റ്റിച്ച് ഉണ്ടാവും. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 സ്റ്റിച്ച് ഉണ്ട്. ഇനി അടുത്ത റൗണ്ട് നമ്മൾ സെയിം യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് നോക്കാം. തേർഡ് റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ചെയിൻ ഇട്ടു. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ത്രെഡാണ് വെച്ചിട്ടുള്ളത്. സ്റ്റിച്ച് മാർക്കർ ഉള്ളവർ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് യാൺ ഓവർ ചെയ്യുക. നമ്മളുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് യാൺ വലിക്കുക. എന്നിട്ട് ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ എടുക്കുക, രണ്ടാമത്തെ 2 സ്റ്റിച്ചിലൂടെ എടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് നമ്മളിട്ടു. അപ്പം ഈ പാറ്റേണിൽ ഒരു സ്റ്റിച്ച് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ഇടും. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ടാണ് ഒരു പാറ്റേൺ ഫിനിഷ് ചെയ്യുന്നത്. നോക്കാം. രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പം അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ഡബിൾ ക്രോഷേ ചെയ്തു. മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ഡബിൾ ക്രോഷേ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഈ പാറ്റേണാണ് നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഫോളോ ചെയ്യുന്നത്. ഈ ചെയിൻ ഇട്ടത് നമ്മളിപ്പം ഈ സെറ്റിൽ കൂട്ടണ്ട. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ തന്നെ ഇൻക്രീസ് ചെയ്തു. അടുത്ത 2 ഡബിൾ ക്രോഷേ നമ്മൾ ഇൻക്രീസ് ചെയ്തു. പിന്നെ ഒരു ഡബിൾ ക്രോഷേ. ഒരിക്കൽ കൂടി കാണിക്കാം. നമ്മൾ ആദ്യത്തേത് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് ഈ പാറ്റേണിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനാവുമ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഫിനിഷ് ചെയ്തു. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ചിലോട്ട് ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഹുക്ക് ചെയ്ത് ഈ ത്രെഡ് വലിക്കുക. എന്നിട്ട് അതേ ത്രെഡ് ഈ ലൂപ്പിലൂടെയും വലിക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചിരുന്ന യാൺ ഊരി മാറ്റി. അപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പം ഇതിലൊരു 36 സ്റ്റിച്ച് ഉണ്ടാവണം. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. അപ്പോൾ 36 സ്റ്റിച്ച് ഉണ്ട്. ഇനി റൗണ്ട് നോക്കാം. 4ാമത്തെ റൗണ്ടിൽ സെയിം പോലെ തന്നെയാണ്. 3 ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ 1 1 2 അങ്ങനെയാണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. അതായത് ഒരു ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ
ഈ സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടവർ ഇപ്പം തന്നെ സ്റ്റിച്ച് മാർക്കർ ഹോൾഡ് ചെയ്തോ. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ സ്റ്റിച്ചിലൂടെ ഇങ്ങനെ പുള്ളി ചെയ്യുക, വലിച്ച് ഇതുപോലെ ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ എടുക്കുക, രണ്ടാമത്തെ 2 സ്റ്റിച്ചിലൂടെ എടുക്കുക, ഡബിൾ ക്രോഷേ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യും. അപ്പോൾ ഇപ്പോൾ 1 1 2 എന്നുള്ള രീതിയിൽ ചെയ്ത് ഒരു തവണയും കൂടി കാണിക്കാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഇതുപോലെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ സ്റ്റിച്ച് നമ്മളിപ്പോൾ നോട്ട് ചെയ്യേണ്ട, ഇവിടം തൊട്ടാണ് നമ്മൾ എടുക്കുന്നത്. 1 1 2 1 1 2 ഇതുപോലെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 4th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഇതുപോലെ ഹുക്ക് എടുക്കുക, ഈ യാൺ ഇതുപോലെ ഇതിലൂടെ ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഈ ലൂപ്പിലൂടെയും വലിച്ചെടുക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ചൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ 48 സ്റ്റിച്ച് ഉണ്ടാവും. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48. അപ്പോൾ 48 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ യാൺ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ യാണിൻ്റെ എല്ലാ റൗണ്ട്സും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 5th റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. 5th റൗണ്ടിന് നമുക്ക് വൈറ്റ് യാൺ വേണം. അപ്പോൾ വൈറ്റ് യാൺ ഇതിലേത് റൗണ്ടിൽ വേണമെങ്കിലും ഏത് സ്റ്റിച്ചിൽ വേണമെങ്കിലും നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഞാൻ ഈ നോട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ട് മുൻപത്തെ സ്റ്റിച്ചിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹുക്ക് ഇതുപോലെ ഇട്ടിട്ട് ഈ യാൺ ഇതുപോലെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഹുക്ക് ചെയ്ത് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ചെറിയ യാൺ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഇതുപോലെ യാൺ ടൈറ്റ് ചെയ്യാനായിട്ട്. സെയിം സ്റ്റിച്ചിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ഈ ഹുക്കിലോട്ട് ഈ സ്റ്റിച്ചിലോട്ട് ഈ ഹുക്ക് ഇതുപോലെ കയറ്റുക, യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഈ ത്രെഡ് ഇതുപോലെ വലിക്കുക. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ഈ 2 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്ത് ഇതുപോലെ ത്രെഡ് വലിക്കുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്തു. സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിൽ 7 ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷേ ചെയ്തു. 1 2 3 4 5 6 7.
അപ്പോൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 1 2 ഈ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ആ സ്റ്റിച്ചിൽ തന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. എന്നിട്ട് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് 3-ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ഒരു 7 എണ്ണം ചെയ്യും. 1 2 3 4 5 6 7 നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു ചെയിൻ ഇടും. അപ്പോൾ 2 എണ്ണം ഇതുപോലത്തെ ചെയ്തു. ഇനി 2 എണ്ണം കൂടി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ 4 എണ്ണം അതേപോലത്തെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ യാൺ ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി സാൻഡയുടെ ഹാറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഒരു 2 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ യാണൊന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നൂല് ഇതുപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എടുക്കുക, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡ് യാൺ അറ്റാച്ച് ചെയ്തു. ഇനി 2 ചെയിൻ ഇടണം. 2 ചെയിൻ ഇട്ടു ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ പാറ്റേൺ നമ്മൾ 3 തവണ ചെയ്യും. ഫസ്റ്റാണ് ഇപ്പോൾ ഇത് ചെയ്തത്. ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തത് ഇൻക്രീസ്, ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യാണ്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും.
അപ്പം രണ്ടാമത്തതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഒരു ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാൻഡയുടെ ഹാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഈ റെഡ് യാൺ അറ്റാച്ച് ചെയ്ത് ഇവിടെ 2 ചെയിൻ ഇട്ടു. അതിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ ഫസ്റ്റ് സ്റ്റിച്ചിലിട്ടു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ഇട്ടു ചെയ്തു. മൂന്നാമത്തതിൽ ഇൻക്രീസ് ചെയ്യണം. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ഒന്ന് നോക്കാം. ആദ്യം 3 ഡബിൾ ക്രോഷേ, പിന്നെ ഇൻക്രീസ്, ഒരു ഡബിൾ ക്രോഷേ, ഇൻക്രീസ്. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്താണ് ഈ റൗണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇതുവരെ ചെയ്ത് നിർത്തിയതിന് ശേഷം ഇപ്പോൾ സാൻഡയുടെ ഹാറ്റ് ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 8 ചെയിൻ ചെയ്യണം. 1 2 3 4 5 6 7 8. അപ്പം 8 ചെയിൻ ചെയ്തു. സെക്കൻഡ് ഹൂക്കിൽ നിന്ന് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ഈ ബാക്ക് ലൂപ്പിൽ ഇവിടെ ഇതുപോലെ ഹുക്ക് ഇടുക. ഈ യാണിനെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഒന്നും കൂടി ഈ 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യുക. അപ്പം ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇതേപോലെ സിംഗിൾ ക്രോഷേ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിലും ഇതേപോലെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷയൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുത്ത് 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിലൂടെ ഹുക്ക് ഇതുപോലെ എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഇതുപോലെ ബാക്ക് ലൂപ്പിലൂടെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ എടുക്കുക. ഇപ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി 2 സ്റ്റിച്ചും കൂടി ഉണ്ട്. ഈ 2 സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്തു. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുത്തു, രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ എടുത്തു. ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്. അതിലും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഈ ഇപ്പോൾ ചെയ്ത ഈ സ്റ്റിച്ചുകൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ എടുത്തിട്ട് ലൂപ്പിലൂടെ ഇങ്ങനെ എടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ യാൺ കട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ യാൺ ഓവർ ചെയ്ത് എടുത്തിട്ട് സിസർ കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ സാൻഡയുടെ ഹാറ്റും റെഡിയായി. ഇനി ഈ അറ്റത്ത് നമുക്ക് വൈറ്റ് യാൺ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ബോൾ പോലെ ക്രിയേറ്റ് ചെയ്യണം. സാൻഡയുടെ ഹാറ്റ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി ഈ ലാസ്റ്റ് പോർഷനിൽ നമുക്കൊരു പോംപോമും കൂടി ചെയ്യണം. അപ്പോൾ വൈറ്റ് ബോൾ പോലത്തെ ഈ പോംപോം ചെയ്യണം. അപ്പോൾ അതിന് വൈറ്റ് യാണാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ
ഈ വൈറ്റ് യാൺ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഈ ലാസ്റ്റ് നമുക്ക് ഈ ഹുക്ക് ഇതുപോലെ എടുത്തിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കാം. എന്നിട്ട് ഈ ചെറിയ യാൺ ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഒരു 3-4 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ നോക്കി. ഡബിൾ ക്രോഷേ ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ ഇതുപോലെ അപ്പോൾ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഡബിൾ ക്രോഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഈ ഹുക്ക് ഇതുപോലെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്തത് 2 ലൂപ്പിലൂടെ ഇതുപോലെ എടുക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ് ചെയ്തു. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തേർഡ് ഡബിൾ ക്രോഷ് ചെയ്യാം. ഫോർത്ത് ഡബിൾ ക്രോഷയും കൂടി ചെയ്തിട്ട് നമുക്ക് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ യാൺ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കോസ്റ്റർ ഏകദേശം ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഈ ടെയിലെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാം ഞാൻ ഹൈഡ് ചെയ്തു. ഇനി ഇതും കൂടി ഹൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ബാക്കിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ട് പോർഷനിലല്ല, ബാക്ക് പോർഷനിൽ ഇതുപോലെ നീഡിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പുറത്ത് ഫ്രണ്ടിൽ ഇത് കാണരുത്, കാണാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ത്രെഡ് ഇതുപോലെ ഇടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്നും കൂടി ഇതുപോലെ നമുക്ക് ഹൈഡ് ചെയ്യാം. എന്നിട്ട് വെട്ടിക്കളയാം. ഈ ഒരു യാൺ ടെയിലും കൂടി നമുക്കിതുപോലെ ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ ഹാറ്റിലെ പോംപോം നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ സാന്റ കോസ്റ്റർ റെഡിയായി. ഇനി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോസ്റ്ററിൽ കണ്ണ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഐ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് യാണും കൂടി വേണം. കോസ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഐ ചെയ്യുന്നുണ്ടെങ്കിൽ തേർഡ് റൗണ്ടിൻ്റെയും ഫോർത്ത് റൗണ്ടിൻ്റെ ഇടക്കാണ് ചെയ്യുന്നത്. 1 2 3 4. അപ്പോൾ തേർഡിൻ്റെയും ഫോർത്തിൻ്റെ ഇടക്ക് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഐ ചെയ്യുന്നത്. അതൊരു 1 2 3 4 5 6. ഈ 6 സ്റ്റിച്ചിൻ്റെ അറ്റത്ത്, രണ്ടറ്റത്തായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് യാണ് എടുക്കുക. എന്നിട്ട്
ഈ നീഡിലിൽ ഇതുപോലെ കോർക്കാം. കുറച്ച് പുറത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ചിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി എടുക്കുക. ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഈ ബാക്ക് സൈഡിൽ ഒത്തിരി ടൈറ്റ് ചെയ്ത് നോട്ടിടരുത്. ചെറുതായിട്ട് ഒന്ന് നോട്ടിട്ടിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരൈ ചെയ്തു. ഇതേപോലെ തന്നെ ഒരു 6 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐയും കൂടി ചെയ്യാം. 1 2 3 4 5 6 സിക്സ്ത് സ്റ്റിച്ചിലാണ് നമ്മൾ അടുത്ത ഐ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സാൻഡയുടെ കോസ്റ്റർ ഫിനിഷ് ചെയ്തു. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.